കല്ലിൽ ക്ഷേത്രത്തിൽ പോകാൻ വന്നാട്ടോ പെരുമ്പാവൂര്. ഇവിടെ പബ്ലിക് ലൈബ്രറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങി. ഇതുണ്ടോ കല്ലിൽ ഭഗവതി ഗുഹാക്ഷേത്രം മേഖല ദേവി. അപ്പൊ നമ്മളിവിടെ വന്ന് ഇറങ്ങി നടന്ന് അമ്പലത്തിലേക്ക് നടക്കുവാട്ടോ. വെയിലായി, ഞങ്ങൾക്ക് ബസ് കിട്ടാൻ ലേറ്റായി, അതുകൊണ്ട് ഇപ്പൊ മണി 9:15. ഇന്ന് കുറെ പേരുണ്ട് കേട്ടോ അവധിയായുണ്ട്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങിയേക്കണം. രണ്ട് അമ്പലത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പ്. ഇതിലെ വണ്ടി പോണ വഴിയുണ്ട്, ഇത് സ്റ്റെപ്പ് കയറിയും പോവാട്ടോ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി പോകാനാ തീരുമാനിച്ചാണ്. നല്ല വൈബാട്ടോ. നമുക്ക് അങ്ങനെ പോയിട്ട് വരാം. നമ്മൾ സ്റ്റെപ്പ് കയറിയാ പോകണ്ട. ഹലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കല്ലിൽ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ പോന്നാണ് അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ അമ്പലത്തിലോട്ട് കയറാൻ പോവുക. ഇത് വണ്ടി തന്നെ വഴിയാട്ടോ. ഈ വഴി കൂടെ വണ്ടി അമ്പലം വരെ പോവേ. അല്ലാണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റെപ്പ് നമുക്ക് നടന്ന് കയറാം. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൂവാറ്റുപുഴ ബസ് കിട്ടാൻ വൈകി. അപ്പം അതുകൊണ്ട് നമ്മൾ ആലുവ ഒന്നിറങ്ങി, ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ഒന്നിറങ്ങി. പെരുമ്പാവൂരിൽ നിന്നാണ് നമുക്ക് മേദല എന്ന് പറഞ്ഞ ഇതാണ് ഈ സ്ഥലം. നമുക്ക് മേദല മൂവാറ്റുപുഴയ്ക്ക് പോകണ പ്രൈവറ്റ് ബസ്സിൽ കയറണം പെരുമ്പാവൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ കയറി ഇപ്പം അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ മോളിൽ കയറാൻ പോകാം കേട്ടോ. അപ്പം മോളിൽ ചെന്നിട്ട് എല്ലാം കാഴ്ചയൊക്കെ കാണിച്ചു തരാം. നോക്കി അടിപൊളി വ്യൂ അല്ലേ. ഇത് കാവാട്ടോ ശരിക്കും, നിറയെ മരങ്ങളും. വേണ്ട 120 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 120 സ്റ്റെപ്പ് കയറണം. അപ്പം നമ്മൾ ഇത്ര സ്റ്റെപ്പ് കയറി ആ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം.
പക്ഷേ ഇങ്ങനെ പരന്ന സ്റ്റെപ്പായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് വീതിയുള്ള സ്റ്റെപ്പാണ്, നമുക്ക് കയറാൻ കുഴപ്പമില്ല. ഇവിടെയാട്ടോ വണ്ടികൾ പാർക്കിങ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 120 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കയറിയ സ്റ്റെപ്പ് അത്രയും ഇല്ല കേട്ടോ. ഇനി വേറെ സ്റ്റെപ്പ് ഉണ്ടോ? ഇത് ആദ്യമായിട്ട് വന്നാൽ നമുക്ക് വലിയ ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. ഓ, ഇവിടെ ഓഫീസൊക്കെ. ഓ ഓ ആ, ഇനി സ്റ്റെപ്പ് വന്നുണ്ട് കേട്ടോ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ വേറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഇത് കമ്മിറ്റി ഓഫീസ്. ചെടി നോക്കിയേ തൂങ്ങിക്കിടക്കണ, അതാ മരത്തേന്ന് മണി പ്ലാന്റാ. നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞ് കല്ല് സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വന്നിട്ടോ. ഇതിലെ മുകളിലേക്ക് കയറണം. ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ. നമ്മൾ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് പാറകളാട്ടോ. കല്ല് നോക്കിയാൽ മുകളിൽ നോക്കിയാൽ വേണ്ട. ഇതല്ലേ ഇതിൻ്റെ പൊക്കത്ത് വലിയ പാറ. ഇത് അമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴിയാട്ടോ. ഇതാണ് ഈ കല്ല്. ഈ കല്ലിൻ്റെ അടിയിലാണ് ശ്രീകോവിൽ ഇരിക്കണത്. ഇതുണ്ടോ ഈ കല്ല് നിലത്ത് തൊടാതെ ഇരിക്കുന്ന നോക്കി. ഈ കല്ല് നിലത്ത് തൊടാതെ ഇരിക്കുന്നുണ്ടോ? ഈ കല്ലിൻ്റെ അടിയിൽ ഇത് കണക്ക് വെച്ചിട്ടാണ് ശ്രീകോവിൽ പണിതേക്കണം. ഇത് സ്വയംഭൂ ദേവിയാട്ടോ. ഇത് പ്രദക്ഷിണാവി. നമ്മൾ ഇതിലെ സ്റ്റെപ്പ് കയറിപ്പോണം. ഓ, നമുക്ക് കല്ലിൻ്റെ അടി കൂടെ പോകാൻ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറാൻ സ്ഥലമുണ്ട് കണ്ടോ. ഇവിടെ ഫുള്ള് ഉരുളൻ കല്ലുകളാട്ടോ. ഇവിടെ കല്ലുകൾ വെച്ചേക്കണുണ്ടോ. ഇത് വഴിപാടാട്ടോ. ഇവിടുത്തെ മെയിൻ വഴിപാടാന്ന് പറഞ്ഞാൽ കല്ല് വഴിപാട്. ആൾക്കാർ വീട് പണി മുടങ്ങി കിടക്കണൊക്കെ നടക്കാൻ വേണ്ടി, വീട് പണി ഇതെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കല്ല് വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ കല്ല് വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഒരു മെയിൻ വഴിപാട് ചൂല് വഴിപാടാണ്. മുടിയില്ലാത്തവർ മുടി വളരാൻ വേണ്ടി ചൂല് വഴിപാട് നടത്താം. അപ്പം ഇതാണ് സംഭവം. ഞാൻ കല്ലെടുക്കാൻ താഴെ ഇറങ്ങിയാട്ടോ കല്ല് വഴിപാടിന്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായി. ഞാനിപ്പോൾ ഒരു കല്ലെടുത്തില്ല. ഞാൻ കല്ലെടുക്കാൻ താഴെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുവാട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടോ പ്രദക്ഷിണം വച്ചു. നല്ല കാടാട്ടോ.
ഇതാ അവിടെ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വേറെ സ്റ്റെപ്പുണ്ട്. ശ്രീകോവിലിൻ്റെ അകത്ത് ദേവിയുടെ പുറകിൽ ശിവനും ഉണ്ട്, മഹാവിഷ്ണുവും. ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദുർഗാദേവി ആട്ടം. പണ്ട് ഇത് ജൈനമത ടെമ്പിളായിരുന്നു, പക്ഷെ ഇപ്പം ദുർഗാദേവി ക്ഷേത്രമാണ്. എന്താ ഇവിടെ പാറേനതൊക്കെയാണ്. ഇവിടെയൊക്കെ പാറ തിന്നുന്നുണ്ടേ. ഇവിടെ പാറ, വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ. ഇതൊരു ആനയുടെ രൂപം വരച്ച് വെച്ചിട്ടുണ്ട്. എന്നൊക്കെ കാണാവോന്നും അറിയില്ല. ഇവിടെ നോക്കട്ടെ. അയ്യോ, ഓ അവിടെ ഇറങ്ങണം. അങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടോ, തിരിച്ചു കയറി വരാൻ പാടായിരിക്കും. ഞാനീ പാറയുടെ ഇടയ്ക്ക് ഇറങ്ങി. ഇവിടെ ഒരു അയ്യപ്പൻ്റെ രൂപം കൊത്തിയിട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി ഇവിടെ ആൾക്കാർ പൈസ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ അയ്യപ്പൻ്റെ രൂപമാണ് ഇവിടെ കൊത്തി വെച്ചാണ്. ആൾക്കാർ ചില്ലറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനൊരു പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ നൂണ്ടിറങ്ങിയ ഇതുണ്ടോ, ഇവിടെയൊക്കെ വലിയ പാറയാണ്. സാറിൻ്റെ പേരെന്താണ്? സന്തോഷ്. സന്തോഷ്, ഓക്കെ ഓക്കെ. അപ്പോൾ സാർ ഇവിടെ താമസിക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് വലിയ അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അമ്പലം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ അമ്പലമാണ്. അത് ജൈനമതർ ആണിത് സ്ഥാപിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു സംസ്കൃതി വരുമല്ലോ. അങ്ങനെ വന്നിപ്പോൾ ഒരു ഹിന്ദു ആചാരപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു അമ്പലമാണ്. പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കല്ലാണ് പ്രധാനം. അമ്പലത്തിന്റെ മേൽക്കൂര കല്ല് ആയിട്ട് വരുന്ന അമ്പലങ്ങൾ വളരെ കുറവാണ്. കല്ലുകളുടെ ഉള്ളിലുള്ള ഗുഹകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അതിനൊരു അത്ഭുതമായി ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ മഹാവിഷ്ണുവും ശിവനും ഉണ്ട് ശ്രീകോവിലിനകത്ത്. പ്രതിഷ്ഠകളായിട്ട് അത് പക്ഷെ മെയിൻ ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ നേരെ ഭഗവതി അതുകൊണ്ട് തന്നെ ഒരു വേഷം ഒതുങ്ങിയിരിക്കുന്നു. കൂടി ഓ അങ്ങനെ കൊടുത്തോട്ടെ എന്നുള്ള നിലയിലായിരിക്കാം. ഓ അത് ശരി. അതിപ്പോ ഇപ്പൊ ഐതിഹ്യം ആയതുകൊണ്ട് പലതും. പിന്നെ ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടോ? ഉത്സവമുണ്ട്. ഈ ഡിസംബർ, ജനുവരി ഡിസംബറിലൊക്കെയാണ് വരുന്നത്. കാർത്തികയാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ്. അത് നാട്ടുകാർ മൊത്തത്തിൽ കൂടിയാണ് അതൊക്കെ നടത്തുന്നത്. ഓ ശരി ശരി. പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കായിട്ട് പറഞ്ഞ നമ്മുടെ സംരക്ഷിത സ്ഥാപനമാണ്. സംരക്ഷിത സർക്കാരിൻ്റെ തന്നെ ഒരു 50കളിൽ തന്നെ ഇത് സർക്കാർ കണ്ടെത്തിയിട്ട് അത് സംരക്ഷിക്കേണ്ട ഒരു സ്ഥാപനം നോക്കിയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണാം. അവർ ചില ചെറിയ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ അന്നാണ് നടത്താറുണ്ട്. കാര്യമായിട്ട് നടത്തുന്നില്ല, എന്നാലും നമ്മളെ ഒരു ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഇത് സ്വയംഭൂവാണോ ദേവി? അതെ, സ്വയംഭൂവാണെന്നാണ് അറിയാൻ കഴിയും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പൈതൃക ഗ്രാമം അല്ലെങ്കിൽ ഒരു പ്രകൃത സ്വത്ത് എന്നുള്ള നിലയിൽ അതിനെ നമ്മളൊരു ഒരു ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വളരെ പ്രൊസീജിയറുള്ള കാര്യങ്ങളാണ്. അതുപോലെ നിലനിന്ന് ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു ശ്രമങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും താങ്ക്സ് സാർ പറഞ്ഞതിന് കാര്യങ്ങള്. അത് നമ്മളിങ്ങനെ പോകാൻ പോയിരുന്നേ, കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടപ്പോൾ ഒരു സാറ് ഇവിടെ നിന്ന് സാറ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ.
അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു അയ്യപ്പൻ്റെ രൂപമുള്ളതെന്ന് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ സാറ് പറഞ്ഞതുകൊണ്ട് നമ്മളതും പോയിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങാൻ പോവാണ്. കഴിഞ്ഞു, തൊഴുത് കഴിഞ്ഞ് ഇനി പോകാമെന്ന് വിചാരിക്കുക. അനുഗ്രഹിച്ചോട്ടോ. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ടോ. ഇതാണ് അമ്പലം. അപ്പം നമ്മൾ തിരിച്ച് താഴേക്ക് പോകുന്നു. ഞങ്ങളെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു സാറ് വന്നപ്പോൾ നമ്മൾ 1-2 ഡൗട്ട് ഉണ്ടായി. മണിയാതം കേൾക്കണ പാറയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എവിടെയെന്ന് അറിയാൻ പാടില്ല. പിന്നെ ആനപ്പാറ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം നമ്മളത് ആരോട് ചോദിക്കുക എന്താന്ന് നോക്കി നിന്നപ്പോഴാണ് ഈ സാറ് അവിടെ നിൽക്കണ്ടേ. അപ്പോൾ പുള്ളി പറഞ്ഞ് എന്നോട് ചോദിച്ചോളൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ പുള്ളിയെടുത്ത് ഡൗട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിയെല്ലാം പറഞ്ഞൊക്കെ തന്നു കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പതുക്കെ ഇനി പോട്ടെ. അപ്പം എന്താണെന്ന് വെച്ചാലേ ദേവി ഇരിക്കുന്നതേ കറക്റ്റ് സെൻറ്ററിലല്ല. നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പം ദേവി സെൻറ്ററിലല്ല കേട്ടോ ഇരിക്കണത്. ഇത് റിസീവറിൻ്റെ ഓഫീസാട്ടോ. ഇതുണ്ടോ, റിസീവറിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഏതോ പിഷാരടിക്കാരുടെ ഇല്ലക്കാരാണ് ഇതിൻ്റെ മെയിൻ ഓണേഴ്സ്. പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അവർ വേറെ ആരോ നമ്മളെ നടത്താനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അന്നേരം നാട്ടുകാരും അവരുമായിട്ട് എന്തോ ക്ലാഷൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ കേസും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം റിസീവറാണ് ഇതിൻ്റെ ഭരണം നടത്തണം, അമ്പലത്തിൻ്റെ റിസീവർ. അപ്പം എന്ന് വെച്ചാൽ ശ്രീകോവിൽ നമ്മൾ നേരെ നോക്കുമ്പം ഭഗവതീനെ കാണില്ല കേട്ടോ. ഭഗവതി ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് ഇരിക്കണത്. അപ്പം ഇവർ പറയുന്നത് പണ്ട് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, നേരെ നോക്കുമ്പോൾ കാണുന്ന രീതിയിലായിരുന്നു ഭഗവതി ഇരുന്നത്. ഇപ്പം വിഗ്രഹം ഒരു സൈഡിലേക്ക് മാറി പോകുന്നതായിട്ട് ഇവിടെ പണ്ട് മുതലേ വരണ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, അവർ പറയുന്നുണ്ട്. പിന്നെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മഹാവിഷ്ണുവും ശിവനും. അപ്പോൾ പുള്ളി പറഞ്ഞത് മഹാവിഷ്ണുവും ശിവനും കൂടെ ഇരിക്കാനായിട്ട് സ്പേസ് കൊടുക്കാൻ വേണ്ടി ദേവി സൈഡിലേക്ക് മാറുന്നതാണ് അവർ പറയണത്. പിന്നെ ഗണപതി ശാസ്താവുണ്ട്, പിന്നെ നാഗമുണ്ട്, നാഗത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം. പിന്നെ ബാക്കി ഐതിഹ്യം പറയണത് പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാർ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് കല്ല് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗുഹയുടെ ഉള്ളിൽ അങ്ങനെ എന്തോ ഒക്കെ. അപ്പം ഇവർ വന്ന സമയത്ത് ആ സ്ത്രീ വേഗം കല്ല് മുകളിലേക്ക് എറിഞ്ഞിട്ട് വേഗം അപ്രത്യക്ഷയായിന്ന്. അപ്പം മുകളിലോട്ട് പോയ കല്ല് റൂഫായിട്ടും താഴോട്ട് വീണ കല്ല് ഇരിപ്പിടമായി മാറി എന്നുള്ളതാണ്. ഇത് സ്വയംഭൂദേവിയാണ്. അപ്പോൾ ആ കല്ലിന് അനുസരിച്ച് ശ്രീകോവിൽ അഡ്ജസ്റ്റ് ചെയ്ത് പണിതേക്കുന്നതാണിത്. ഇപ്പോൾ ഇത് ദുർഗാദേവി ക്ഷേത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഈ അമ്പലത്തിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ കണ്ടില്ലേ, ഈ സ്റ്റെപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പോവാട്ടോ. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അതായത് നമ്മൾ കല്ലിൽ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് വന്നപ്പം ഇവിടെ അടുത്താട്ടോ, ബസ്സിൽ വന്ന വഴിക്കാം. അവിടെ നമ്മളിവിടെ ഇങ്ങനെ ഇറങ്ങിയേ. അപ്പോൾ ഇരിങ്ങോൾക്കാവും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്ന വഴിക്കൊരു വീട് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. വിഞ്ചസ്റ്റർ എന്താണ്, വിഞ്ചസ്റ്റർ മാൻഷനോ എന്തോ. ഈ സൈഡിൽ പുല്ലൊക്കെ പിടിപ്പിച്ചാണ്, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഇരിങ്ങോൾക്കാവ് എത്തിയിട്ടാണ്. ഒരു 1/2 കിലോമീറ്റർ നടന്നുള്ളെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ നല്ല തണൽ. ഇത് കാവിലേക്കുള്ള റോഡാണ്, അതുകൊണ്ട് മൊത്തം മരങ്ങളാണ്. കണ്ടോ എന്തോരം മരങ്ങൾ തിങ്ങി. നമ്മൾ കാവിൽ കയറി. കാവുകൾ സംരക്ഷിക്കുക, ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. 11 മണി വരെ ഉള്ളൂ കേട്ടോ. നമ്മൾ വന്നപ്പോൾ ലേറ്റായി, അടച്ചു നട. അയ്യോ എന്തിരിട്ടാന്നില്ല, എന്തോരം മരങ്ങളൊക്കെയാണെന്നുണ്ടോ. ഇത് ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഉള്ള കാടാട്ടോ ഇത് കാവ്.
ഈ ആമസോൺ മഴക്കാടുകളിൽ കാണുന്ന പല തരം പ്രത്യേക ചെടികളും മരങ്ങളും സസ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ മരം നോക്കി, അയ്യോ നല്ല തണലാണ് കേട്ടോ, നല്ല തണുപ്പ്. ഞങ്ങൾ റോഡിൽ നല്ല വെയിലായിരുന്നു, ഇപ്പം നല്ല തണുപ്പായി. ചെതൽപുട്ട് കണ്ടോ? ഇവിടെ ഒരു ഇതുണ്ട്, കുളം. ഗേറ്റ് അടച്ചേക്കും, അമ്പലക്കുളം എന്ന് തോന്നുന്നു. എന്താണോ കടവ് പോലെ ഉണ്ട്, പടിയുണ്ടായിരിക്കും, ഫുള്ള് തെന്നി കിടക്കും കേട്ടോ. എനിക്ക് മരങ്ങൾ വള്ളികളൊക്കെ വയ്ക്കാം. ഇതാണ് കേട്ടോ അമ്പലം. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ. അങ്ങനെ അമ്പലം അടച്ചു. ഇതാണ് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. അത് കുഴപ്പമില്ല. ഇതാണ് അമ്പലം. പിന്നെ വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും കേട്ടോ. ഇപ്പം അടച്ച്. ഇവിടുത്തെ പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് ശർക്കര നിവേദ്യമാണ്. രാവിലെ 5:30. നോക്കി, നല്ല രസമില്ലേ? ഈ മരത്തേന്ന് വള്ളിയെല്ലാം എടുക്കണുണ്ടോ? നല്ല രസം. ഇതുണ്ടോ? നല്ല രസമല്ലേ? ഇത് പൊട്ടിപ്പന്ന് എന്തോ ചെടിയുടെ വള്ളിയാ. ഇതുണ്ട്, ഇവിടെ ഫുള്ളുണ്ട്. നമ്മളമ്പലം ചുറ്റുമാട്ടോ. അമ്പലം അടച്ചു. പിന്നെ ദൈവം തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറയണേ. അപ്പം അകത്ത് കയറിയില്ലെങ്കിലും പുറത്തു നിന്നാലും ദൈവത്തിനെ കാണാൻ. അതുകൊണ്ട് ഇല്ല, കുഴപ്പമില്ല. അകത്ത് കയറി തന്നെ തൊഴണം നിർബന്ധമില്ലല്ലോ. ഈ പരിസരത്തും ഇവിടെ എല്ലാം ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഇതാണ് ദേവീക്ഷേത്രം. അപ്പം നമ്മൾ ഇരിങ്ങോൾക്കാവിൽ തൊഴുതു കേട്ടോ. നടയടച്ചിട്ട് നമുക്ക് തൊഴാൻ പറ്റിയില്ല. നമ്മൾ പുറത്ത് പ്രദക്ഷിണമൊക്കെ വെച്ച്. പിന്നെ നല്ല വൈബുണ്ട് ഇവിടെ, മരങ്ങളും കാവാട്ടോ, നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ദേവി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ദേവി കന്യകയാട്ടോ. അപ്പം നമുക്കിവിടെ ഈ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തില്ല. പിന്നെ സുഗന്ധദ്രവ്യം, പുഷ്പം, അങ്ങനത്തെ ഇതൊന്നും അലങ്കാരമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. ഇത് പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളിൽ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമാണ്. ബാക്കിൽ മരങ്ങളൊക്കെ നോക്കി കണ്ടോ, നല്ല സൂപ്പറല്ലേ, നല്ല വൈബല്ലേ. ഇവിടെ ഫുള്ള് മരങ്ങൾ കണ്ടോ. ഈ മരം നോക്കി, എന്ത് വലിയ മരം കണ്ടോ. ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷികളുടെ സൗണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരിത്. പിന്നെ ഇവിടെ കൊടിമരം ഇല്ല കേട്ടോ. പണ്ട് കൊടിമരം വച്ചിരുന്നു. പക്ഷെ അപ്പോൾ കാറ്റത്ത് മഴയത്തോ എന്തോ കൊടിമരം വട്ടം മുറിഞ്ഞ് വീണ്, അങ്ങനെ എന്തോ ഉണ്ട് കഥ. അപ്പോൾ ഇവർ ഉത്സവത്തിൻ്റെ സമയമാകുമ്പോൾ ഇവർ അപ്പോൾ അടയ്ക്കാമരം വെട്ടി കൊടിമരം ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്.
പിന്നെ ഇപ്പോൾ ഇവിടെ എന്തോ തർക്കം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് പണ്ട് ഏതോ ഒരു മനയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അപ്പോൾ അവർ ഇപ്പം ഈ അമ്പലം രാജാവിൻ്റെ കാലത്ത് അവർ രാജാവിന് ഇതാക്കി കൊടുത്തു. അപ്പം ഇവരുടെ മനയിൽ സൂക്ഷിച്ചിരുന്ന എത്രയോ കോടി സ്വർണം കാര്യങ്ങൾ, തിരുവാഭരണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവർ രാജാവിനെ ഏൽപ്പിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. അതായത് മന്നത്ത് പത്മനാഭനുള്ള കാലത്താണ്. പുള്ളിയാണ് ഇതിനെ രാജാവിൻ്റെ ഇതിൽ പുള്ളിയാണ് ഇതെല്ലാം കൈപ്പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം അവരതിന് കണക്ക് ചോദിക്കുമ്പം ഇപ്പം അവർക്ക് രേഖകളില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ സ്വർണ്ണമൊക്കെ അമ്പലത്തിൽ തന്നെ ഉണ്ടോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അവർ വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരുന്നേ. വിവരാവകാശ കമ്മീഷനിൽ ഇത് കൊടുത്തിട്ട് അപ്പോൾ അവരിപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത സ്വർണവും സാധനങ്ങളെല്ലാം സ്വത്തുക്കളെല്ലാം അമ്പലത്തിൽ തന്നെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു കേസും കാര്യങ്ങളെന്തോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. അതാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചെറിയൊരു വിവരവും ചരിത്രവും ഒക്കെ. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇത് നോക്കി, ഒരാളെ നോക്കി. നിറയെ പക്ഷികളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇഷ്ടംപോലെ പക്ഷികൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട്. അയ്യോ, ഞങ്ങൾ കാവിൻ്റെ അകത്തേക്ക് വേറെ സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ പോകാൻ നിന്നാ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞേ. ഇവിടെ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുളം നോക്കാമെന്നൊക്കെ വിചാരിച്ച് പോവാം കേട്ടോ. ഇതുണ്ടോ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ടോ. ഇവിടെ മരം വെട്ടലൊന്നുമില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഇവിടെ തന്നെ വീണ് പിന്നെ മണ്ണാവും. അങ്ങനെയാണ്. ഇവിടെ നിന്ന് മരം വെട്ടലും കാര്യങ്ങളൊന്നുമില്ല. കാവിൽ തന്നെയാണ് ഫുള്ള്. ഇങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ടല്ലോ. ഇതെന്തോ അവിടെ എന്തോ ഉണ്ട്. ഒരു ട്രെയിൽ പോലെ നല്ലൊരു വഴി രസമുണ്ട് കേട്ടോ. നമ്മളെന്തായാലും വന്നല്ലേ വിചാരിച്ച് ഇവിടെ കൂടെ ഒക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ കുളമൊന്നും കണ്ടില്ല കേട്ടോ പോയിട്ട്. നമ്മൾ പോയ പോലെ തിരിച്ചു വന്നു. വേറെ എവിടെയാണെന്ന് തോന്നുന്നു. നമ്മൾ കയറി വന്ന സമയത്ത് ഒരു കുളം കണ്ടിരുന്നു കേട്ടോ. അതാണ് അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കുളമുണ്ട്. അതിന് അപ്പം നമ്മളെ പറ്റിച്ചാന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുളവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ബൈ.